ിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെനോൾട്ടിൻ്റെ ഡസ്റ്ററാണ്. 2016 മോഡൽ വണ്ടിയാണ്. നല്ല കലക്കനായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. കൂടാതെ തന്നെ സിംഗിൾ ഓണർഷിപ്പാണ്. അതാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. പിന്നെ കൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡസ്റ്ററിൻ്റെ ഏറ്റവും നല്ല കളറിൽ ഒന്നാണ് ഈ ഒരു ചോക്ലേറ്റ് കളർ എന്നൊക്കെ നമുക്കിവിടെ പറയാം. പിന്നെ വളരെ നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു രീതിയിലുള്ളൊരു പവർ ഡ്രോപ്പോ കാര്യങ്ങളില്ല. പിന്നെ 110 PS പവറിലാണ് ഈ ഒരു വാഹനം ഇറങ്ങിയേക്കണം. അപ്പോൾ നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന ഈ ഒരു വാഹനമാണ്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണണം. കാരണം അവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സുഹൃത്തുക്കൾ ടെറാനോ ഡസ്റ്ററൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. ടെറാനോ ഡസ്റ്റർ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്നത്. പക്ഷേ ബ്രാൻഡിങ് മാത്രമേ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടുതൽ ഡസ്റ്ററിനാണെന്ന് പറയാം. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചു വരുന്നത് ഡസ്റ്റർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ വണ്ടി പരിചയപ്പെടാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2016 ആണ് ഇതിൻ്റെ മോഡൽ വന്നേക്കണേ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ ഓണർഷിപ്പിൽ വന്ന വണ്ടിയാണ്. പിന്നെ നല്ല പക്ക മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം കേട്ടോ. നല്ല വൃത്തി തന്നെ പോളിഷൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ നമ്മൾ റോഡിൽ അത്രയ്ക്ക് കോമൺ അല്ലാത്തൊരു കളറാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു എന്താ പറയുക റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡസ്റ്ററിൻ്റെ ഈ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്ന് ചെറുതായിട്ട് ലുക്ക് വരും. ഇത് പക്കായിട്ട് പോളിഷൊക്കെ ചെയ്ത് നല്ല വൃത്തി തന്നെ ഇട്ടേക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ആ പോളിഷിൻ്റെ തിളക്കവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തേക്കുന്ന വണ്ടി കൂടിയാണ് ഈ ഒരു റെനോൾട്ടിൻ്റെ ഡസ്റ്റർ. അപ്പോൾ നമ്മൾ ഈ വാഹനം ഫുള്ള് കാണും. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് അതേപോലെ ഇതിൻ്റെ ടയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് വാഹനം. ഇപ്പോൾ റെനോൾട്ട് ഡസ്റ്റർ റീസെൻ്റായിട്ട് വീണ്ടും റീലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവുക ന്യൂസും കാര്യങ്ങളൊക്കെ. പക്ഷേ പണ്ട് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്തേക്കുന്ന മോഡലും കൂടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡസ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് വീലാർസിലേക്ക് പോകാം. വീലാർസൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ടയേഴ്സൊക്കെ പുത്തൻ ടയേഴ്സ് തന്നെയാണ് വന്നേക്കണേ. അതേപോലെ അലോയ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തേക്കാണ് പുറത്തുനിന്ന്. ലിഡ് നോക്കാം. ലിഡ് ആയാലും പക്ക കണ്ടീഷനിലിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളോ ലിഡിൽ കിട്ടുന്നില്ല. പിന്നെ ചെറിയൊരു പൊടിക്ക് ഒരു സ്റ്റെയിൻ പോലെ നമുക്ക് കാണാൻ പറ്റും. 2 സ്റ്റെയിൻ നമുക്ക് ബോണറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഗ്രില്ലൊക്കെ നോക്കാം. ഗ്രില്ലൊക്കെ പക്ക കണ്ടീഷനിലിരിക്കണം. അതേപോലെ ബമ്പേഴ്സ് ആയാലും നല്ല നീറ്റ് അടിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ നമുക്കിനി ലെഫ്റ്റ് സൈഡിലെ വീലാർസിലേക്ക് വരാം. ലെഫ്റ്റ് സൈഡിലെ വീലാർസ് ആയാലും ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. സൈഡിലെ ഡോറും അതേപോലെ തന്നെ ഇവിടെ RXL ആണ് വണ്ടി വന്നിരിക്കുന്നത്. RXZ അല്ല, RXL ആണ് വന്നിരിക്കുന്നത്. 2 ഡോറായാലും നീറ്റായിട്ട് നിങ്ങൾക്ക് ഡോർസ് കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർസും ഓക്കെയാണ്. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. സൈഡ് പോർഷനൊക്കെ നോക്കാം, നീറ്റായിട്ട് ഇരിക്കുന്നു. ബാക്കിൽ നമുക്ക് ഡീഫോക്കേഴ്സ് വരുന്നുണ്ട്, ആൻറ്റിന വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയർ വൈപ്പർ വരുന്നുണ്ട്, ലിഡ് വരുന്നുണ്ട്. റിവേഴ്സ് സെൻസേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അലോയ്സും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. 2 ഡോർസ് നോക്കാം. 2 ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ഓറിയം കൺട്രോൾ വരുന്നുണ്ട്. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കി കീ ഒന്ന് എടുക്കുകയാണ്. കീ എടുത്തിട്ട് നമുക്കൊന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു 95,000 കിലോമീറ്റേഴ്സ് വാഹനം ഇപ്പോൾ ഓടിയിട്ടുണ്ട്. അതേപോലെ മിഡിൽ നമുക്കൊരു ചെറിയൊരു പാർസൽ ട്രേ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൺട്രോൾസ് മിഡിൽ നമുക്ക് വരുന്നുണ്ട്. 97,000 കിലോമീറ്റേഴ്സാണ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കാണ്, അതുകൊണ്ട് എടുത്ത് പറയണം. പിന്നെ താഴെ ഫ്ലോറ് ഒക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഡോർ പാഡ്സ് കൂടെ ഓക്കെയാണ്. റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഡ്രൈവർ ക്യാബിൽ നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടില്ല, പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. പാസഞ്ചർ സൈഡിൽ ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സും കൂടെ കാണാൻ പറ്റും. മിഡിൽ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ലെഗ് റൂമൊക്കെ ന്യായമായിട്ടിരിക്കുന്ന ലെഗ് റൂം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ റൂഫായാലും ഓക്കെ ആയിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഡോറിന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്കൊന്ന് നോക്കാം. ഞാൻ ലിവറിന്ന് അപ്പ് ചെയ്യണം. ലിവർ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ. നമുക്ക് ലിവറൊന്ന് അപ്പ് ചെയ്യാം. ലിവർ അപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 110 PS പവറിൽ വന്നേക്കണേ ഡസ്റ്ററിൻ്റെ എഞ്ചിനാണ്. ഇവിടെ ക്ലിയർ അടിച്ച് വെച്ചേക്കണാണത്. അല്ലാതെ ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല. ഒരു തിളക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്
ക്ലിയർ ചെയ്തേക്കണതാണ്. അതിൻ്റേതായ ക്വാളിറ്റി നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ അതിൻ്റെ എഡ്ജസൊക്കെ നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആപ്പോണും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഫ്രണ്ട് പോർഷൻ ആയാലും ഓക്കെ ആയിട്ട് ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റൂഫായാലും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാര്യമായിട്ട് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്കൊന്ന് വേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കീ ഒന്ന് എടുക്കുകയാണ്. കീ എടുത്തിട്ട് നമുക്കിവിടെ ബാക്കിലേക്കൊന്ന് പോകാം. ബൂട്ടൊന്ന് അപ്പ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസൊക്കെ ന്യായമായിട്ടുള്ള ബൂട്ടുണ്ട്. കാര്യമായിട്ടുള്ളൊരു സ്പേസ് കൺസ്യൂം ചെയ്യുന്നില്ല. വളരെ നീറ്റായിട്ടിരിക്കുന്നു. അതേപോലെ പ്ലാറ്റ്ഫോം ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുന്നുണ്ട്. സൈഡിൽ ചെറിയ സ്റ്റോറേജ് വരുന്നുണ്ട്. അതേപോലെ എഡ്ജസും കാര്യങ്ങളൊക്കെ നോക്കിക്കാം. എഡ്ജസ് ആയാലും വളരെ നീറ്റായിട്ടിരിക്കുന്ന എഡ്ജസ് നമുക്ക് കിട്ടുന്നുണ്ട്. ലിഡിലേക്ക് പോകാം. ലിഡിലും ഈ ഒരു പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് ടയർ കൂടി നോക്കിക്കാം. ടയർ നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് നല്ലതല്ല, കുറച്ച് ഗ്രിപ്പ് കുറവാണ്. ഓക്കെ, പ്ലാറ്റ്ഫോം നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റ് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെനോൾട്ട് ഡസ്റ്റർ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ 110 PS പവറിൽ വന്നേക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടിയാണ്. പിന്നെ 97,000 അറൗണ്ട് കിലോമീറ്റേഴ്സ് വാഹനം ഓടിയിട്ടുണ്ട്. ഡീസലാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് അലോയിൽസും കാര്യങ്ങളൊക്കെ പുറത്ത് കയറ്റിയിട്ടുണ്ട്. RXL എന്നൊരു ഓപ്ഷൻ വന്നേക്കണം. സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റെനോൾട്ട് ഡസ്റ്ററിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6.25 ലക്ഷം രൂപയാണ്. 6.25 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പറിനകത്തേക്ക് നിങ്ങൾക്ക് വോയിസും കാര്യങ്ങളൊക്കെ അയക്കാവുന്നതാണ്. ഓക്കെ.